നമസ്കാരം. ജിഹാദ് എന്ന വാക്കിന്റെ പരമ്പരാഗതമായുള്ള വിശുദ്ധ യുദ്ധം എന്ന വ്യാഖ്യാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യരുടെ വിശദീകരണം. ജിഹാദ് എന്ന വാക്കിന് സമരനിരതമായിട്ടുള്ള ജീവിതം, നിരന്തരമായ പരിശ്രമം, യാതന എന്നെല്ലാമാണ് അർത്ഥം. അല്ലാതെ അന്യനെ നശിപ്പിക്കുക എന്നല്ല. ഖുറാൻ അകമ്പൊരുൾ മാനവിക ആഖ്യാനം 9-ാം വോള്യത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഖുറാനിൽ 41 ഇടങ്ങളിൽ ജിഹാദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥവും പൊരുളും പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായതെന്നും അവർ പറഞ്ഞു. ബദർ യുദ്ധത്തിന് ശേഷം പ്രവാചകൻ അനുയായികളോട് പറഞ്ഞതിനെ ഉദ്ധരിച്ച് സ്വന്തം ഇച്ഛകളോടും ദുരാഗ്രഹങ്ങളോടുമാണ് മനുഷ്യൻ യുദ്ധം ചെയ്യേണ്ടതെന്നും അതാണ് അൽ ജിഹാദ് അൽ അക്ബർ എന്നും ദിവ്യ എസ് അയ്യർ വ്യക്തമാക്കി. എല്ലാ മതങ്ങളും പറഞ്ഞു തരുന്നത് തിന്മയെ അതിജീവിക്കേണ്ടതാണെന്നാണ്. യാതനകളെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നും മതങ്ങൾ പകർന്നു നൽകുന്നുവെന്നും അവർ പറഞ്ഞു. പ്രസംഗത്തെ സ്വാഗതം ചെയ്യുന്നവരുണ്ടെങ്കിലും നയരൂപീകരണത്തിൽ ഏർപ്പെടുത്തുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഇത്തരമൊരു വിഷയത്തെ സമീപിച്ച രീതി കടുത്ത വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഭരണകൂടത്തിന് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുകയും ഭൗതികമായി ശുഷ്കരാവുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന ആശങ്കയാണ് പ്രധാനമായി ഉയരുന്നത്. മുൻ ചീഫ് സെക്രട്ടറി കറുപ്പിനെക്കുറിച്ച് സംസാരിച്ച് സമാനമായ വിമർശനം നേരിട്ടതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തീവ്ര രാഷ്ട്രീയ ഇസ്ലാം ജിഹാദിനെ അക്രമത്തിന് ഉപയോഗിക്കുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അതിനെ കാൽപ്പനികവൽക്കരിക്കുന്നത് മുസ്ലിം സമൂഹത്തോട് തന്നെയുള്ള ദ്രോഹമാണെന്ന് മാധ്യമപ്രവർത്തകനായ ജാവേദ് പർവേഷ് കുറിച്ചു. മുസ്ലിങ്ങൾ നേരിടുന്ന രണ്ടാം തരം പൗരത്വം, അപരവൽക്കരണം, ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ തുടങ്ങിയ അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ റൂമി, കാലിഗ്രാഫി തുടങ്ങിയ സാംസ്കാരിക വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നത് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നും പർവേഷ് ചൂണ്ടിക്കാട്ടുന്നു. ദിവ്യ എസ് അയ്യരുടെ പ്രസംഗം ഒരു വശത്ത് ആത്മീയവും സാംസ്കാരികമായ ഒരു വ്യാഖ്യാനം നൽകാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അത് രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിലെ മുസ്ലിം പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നുവെന്ന വിമർശനമാണ് മുഖ്യമായി ഉയരുന്നത്. ജാവേദ് പർവേഷിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ജിഹാദിനെ കുറിച്ച് ദിവ്യ എസ് അയ്യർ എന്ന IAS-കാരുടെ പ്രഭാഷണം കേട്ടു. ജിഹാദ് എന്നാൽ വിശുദ്ധ യുദ്ധം അല്ലെന്നും അതിന് മറ്റർത്ഥങ്ങളുമുണ്ടെന്നാണ് ജിഹാദിനെ റൊമാന്റിസൈസ് ചെയ്ത് മിസ് അയ്യരുടെ പ്രഭാഷണം. മുഴുവൻ കേട്ടില്ല, റീൽസിലുള്ളത് ലിങ്കിലുമുണ്ട്. നയരൂപീകരണത്തിലും മറ്റും ഇടപെടുന്ന സിവിൽ സർവീസുകാർ ഭൗതികമായി ഇത്ര ശുഷ്കരാവുന്നത് ശരിക്കും ഭയപ്പെടുത്തേണ്ടതാണ്. സിവിൽ സർവീസിന്റെ സ്വതന്ത്രാവസ്ഥയെ നശിപ്പിച്ച് സർക്കാരിന് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുന്നതിന്റെ തുടർച്ചയാണ് ഈ കാൽപ്പനിക ഉഡാൻസും. പഴയ ഒരു ചീഫ് സെക്രട്ടറി കറുപ്പിനെ കുറിച്ച് സംസാരിച്ച് ഈ രാജ്യത്തെ കറുത്തവരും ജാതി ശ്രേണിയിൽ താഴെ നിൽക്കുന്നവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് നേരത്തെ കണ്ടതാണല്ലോ. ജിഹാദിനെ കാൽപ്പനികമാക്കുന്നത് സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ജിഹാദിന് പല അർത്ഥങ്ങളുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അതിതീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാം ഇതിനെ എന്ത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. അതിനെ ചേർത്ത് വേണം ജനാധിപത്യ വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് നിലനിൽക്കാൻ. മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കപ്പെടുന്നത് അവർക്ക് നേരെ നടക്കുന്ന ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ, മുസ്ലിങ്ങളുടെ അപരവൽക്കരണം, സാംസ്കാരിക സ്വത്വം നിലനിർത്താനുള്ള സമരം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ സംസാരിക്കാതെ സംസം വെള്ളത്തെക്കുറിച്ചും റൂമിയെക്കുറിച്ചും ഇസ്ലാമിക് കാലിഗ്രാഫിയെക്കുറിച്ചും സംസാരിക്കുന്നത് തലയ്ക്ക് സുഖമില്ലാത്തവർ ചെയ്യുന്നതാണ്. കേരളത്തിൽ പോലും മുസ്ലിം വിഭാഗക്കാർക്ക് നേരെ നടക്കുന്ന വിഷം ചുറ്റിൽ കാണാതെ ജിഹാദിന്റെ സാമൂഹ്യ പരിപ്രേക്ഷ്യവും കാവ്യഭംഗിയും ചർച്ച ചെയ്യുന്നത് ദ്രോഹമാണ്. ദയവായി അളിയൻ ഈ വീട്ടിൽ അലുവ കൊണ്ടുവരരുത് എന്നും പോസ്റ്റിൽ പറയുന്നു.